ഈ ജബ്ബാർ മാഷ് ആദ്യമായിട്ട് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അതിന് 10 കാര്യങ്ങൾ പറഞ്ഞിട്ട് മറുപടി പറഞ്ഞ ഒരു പണ്ഡിതൻ ഉണ്ട്. ആ പണ്ഡിതനെ ഈ ജബ്ബാർ മാഷും പറയണില്ല, ഒരു സുന്നി പണ്ഡിതൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്നല്ലാതെ പേര് പറയണില്ല. ഈ മൗലവിയും തന്നെ കുറെ ആളുകളെ പേര് പറയുന്നുണ്ട്. അത് യാതൊരു ബന്ധം അതുമായിട്ടില്ലാത്ത ആളുകളെ പേരൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ മറുപടി പറഞ്ഞ ആളെ പേര് ഇദ്ദേഹം പറയണില്ല. പറയാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് പേജോ പോയി പരിശോധിച്ചാൽ ജനങ്ങൾ സത്യം മനസ്സിലാക്കും എന്നതുകൊണ്ടാണ്. ആ മുതല് ഇതാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ഫൈസൽ അഹ്സനി രണ്ടത്താണി. നമ്മുടെ ജബ്ബാർ മാഷ് ഒരു പുതിയ വെല്ലുവിളിയുമായി വന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ കേട്ടിരിക്കും. ഈ മുഹമ്മദ് നബി ഉൾപ്പെടുന്ന ആ കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് സയൻസ് കണ്ടെത്തിയ എന്തെങ്കിലും ഒരറിവ് ഖുർആനിൽ ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ്. ഇതൊരു ചലഞ്ചാണ്. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ വെല്ലുവിളിച്ച് അങ്ങ് പോകരുത്. ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് സാറേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 1 2 അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഒരു 10 പറയാം. അത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അത്യത്ഭുതങ്ങൾ ഖുർആനിലുണ്ട്. ആദ്യം അങ്ങനെ മനസ്സിലാക്കുക. അതിൽപ്പെട്ട ഒരു ഏരിയ മാത്രമാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി തന്നെ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒറ്റ ഏരിയ മാത്രമാണ് ഈജിപ്റ്റോളജി. ഈജിപ്തിനെ കുറിച്ചുള്ള ആധുനിക ശാസ്ത്രശാഖക്കാണ് ഈജിപ്റ്റോളജി എന്ന് പറയുക. ഈജിപ്റ്റോളജി കേട്ട് വെച്ചോളിട്ടോ. ഇങ്ങനെ നിങ്ങൾ മുമ്പ് എപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഒരു വിഷയം? യുക്തിവാദികൾക്ക് മറുപടി പറയുന്നതിൽ ഇങ്ങനെ ഒരു വിഷയങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്ന ആള് ഒരു ഉസ്താദ്, പേര് പറയണില്ല, ഇദ്ദേഹം പറഞ്ഞ മറുപടിയിൽ ഇടപെട്ടിട്ട് ഇത് ഈ ഉള്ളവൻ പറഞ്ഞപ്പോൾ മാഷ് അങ്ങനെ പറഞ്ഞു, ഈ ഉള്ളവൻ ഗണ്ണിച്ചപ്പോൾ ജബ്ബാർ മാഷ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 8 കാലി മമ്മൂഞ്ഞിന്റെ ഒരു പണിയെടുക്കണ്ടായത് നമ്മൾ ഈ വെല്ലുവിളിച്ച് കുടുങ്ങിയ ഈ മൗലവി. അതൊന്ന് കേട്ടോക്കെ നമ്മൾ. ശേഷം ഈ ഉള്ളവൻ ആ വിഷയത്തിൽ അദ്ദേഹത്തെ ഗണ്ഡിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വിവരക്കേടുകളെ പൊളിച്ചു കാണിച്ചുകൊണ്ടും ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈജിപ്റ്റോളജി പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇൻഡോളജി ഉണ്ടോ, ചൈനോളജി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഓരോന്ന് പറയുമ്പോഴും അടുത്തൊരു സബ്ജക്റ്റ് കൊണ്ടുവരും. ഇതുണ്ടോ എന്ന് ചോദിക്കും. ഖുർആനിൽ ഇതുണ്ടോ, അതുണ്ടോ, അത് പറഞ്ഞാൽ അടുത്തതുണ്ടോ എന്ന് ചോദിച്ച് ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ഇങ്ങനെ പോവുകയാണ്, വളയമില്ലാതെ ചാടുകയാണ്. ഒന്നുകൂടി അദ്ദേഹം പറയുന്ന ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ ഈജിപ്റ്റോളജി ഉണ്ട് എന്ന് പറയുന്ന ഖുർആനിൽ ഇൻഡിയോളജി ഉണ്ടോ, ചൈനോളജി ഉണ്ടോ, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഓളജി ഉണ്ടോ? ആ ഓളജിക്കൊക്കെ ഉള്ള പ്രാധാന്യം എന്താണെന്ന് അറിയോ? നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇൻഡിയോളജി ഉണ്ടോ, ചൈനോളജി ഉണ്ടോ, വേറെ ഉണ്ടോ? നിങ്ങൾ കേട്ടല്ലോ. ഏത് ഈജിപ്റ്റോളജി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആര് ഈ ഉള്ളവൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ ആര് ഇദ്ദേഹം ബാലുശ്ശേരിയാണ് ഗണ്ണിക്കണെന്ന് അപ്പൊ നമുക്ക് കേട്ടാ തോന്നുക. മൂപ്പറിനാണ് ക്ലിപ്പ് ഇടുന്നത്. കാര്യം ബാലുശ്ശേരി ജബ്ബാർ മാഷ് പറയണത് കേട്ടോ, ഈ ഉള്ളവൻ ഗണ്ണിച്ചപ്പോ ഈ ഉള്ളവൻ അത് പറഞ്ഞപ്പോ പറയണത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പ് ഇടുകയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ ഈ ഉള്ളവൻ പറഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് ഈജിപ്തോളജിക്ക് അപ്പുറത്ത് മെക്സിക്കോളജി ഉണ്ടോ, അതിനപ്പുറത്തുള്ള മറ്റ് കാര്യങ്ങളുണ്ടോ, കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? നോക്കൂ, അദ്ദേഹത്തെ പറ്റി നിങ്ങളുടെ മുമ്പാകെ ഈ ഉള്ളവൻ സൂചിപ്പിച്ച അതേ സ്വഭാവവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ആ ക്ലിപ്പും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈജിപ്തിലെ പിരമിഡിനെ കുറിച്ച് പറഞ്ഞ ഖുർആനില് മെക്സിക്കോയിലെ പിരമിഡിനെ കുറിച്ച് പറയണമായിരുന്നു. ഈജിപ്തിലെ ഫറോവയെ കുറിച്ച് പറഞ്ഞ ഖുർആനില് മെക്സിക്കോയിലെ മായൻ സിവിലൈസേഷനെ കുറിച്ച് പറയണമായിരുന്നു.
കേട്ടല്ലോ സുഹൃത്തുക്കളെ, ഇങ്ങനെ പോയാൽ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇങ്ങനെ പോയ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല. എന്താ സംഭവം നോക്കുകയാണെങ്കിൽ കാട്ടിനൊക്കെ പറഞ്ഞു. ഒരു ഉസ്താദ് ഈജിപ്തോളജി മറുപടിയായിട്ട് ജബ്ബാർ മാഷക്ക് പറഞ്ഞ വിഷയമാണത്. എന്നിട്ട് ഇദ്ദേഹം അതിന് ക്ലിപ്പ് എടുക്കുക. എന്നിട്ട് ഇവരുമായിട്ടുള്ള സംവാദം നടന്നിട്ടില്ല. ആര് ബാലുശ്ശേരിനെയും അക്ബറിനെയും വെല്ലുവിളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവര് പോയിട്ടില്ല. പിടിച്ചു കൊണ്ടേ കൊടുത്തുള്ള സമ്മാനം കിട്ടും. എന്നിട്ട് പറയാണ് ഈ ഉള്ളവൻ പറഞ്ഞപ്പോ അയാൾ ഇത് പറഞ്ഞു, ഈ ഉള്ളവൻ അത് പറഞ്ഞപ്പോ ഇയാള് ഇദ്ദേഹത്തിനോടല്ല ഈ പറയണത്, ഇദ്ദേഹത്തിനോട് അല്ല ആ പറയണത്, ഇത് നിങ്ങളോട് പറഞ്ഞ മറുപടി അല്ല. അത് ഞാൻ പറയല്ല. നമ്മൾ ജബ്ബാർ മാഷോടൊന്ന് ചോദിച്ചോക്കെ, അല്ല മാഷെ നിങ്ങൾ പണ്ടാ ചോദ്യം ചോദിച്ചല്ലോ ഇസ്ലാമിലേക്ക് വരുന്നത്, നിങ്ങൾ വരുന്ന വിചാരിച്ച് മറുപടി പറഞ്ഞൊന്നും അല്ല കേട്ടോ, യുക്തിവാദികളൊന്നും വരൂല. പക്ഷെ കേട്ടിക്കണ മൂന്നാം കക്ഷികൾക്ക് ഇത് മനസ്സിലാവും, അതിനാണ് ഈ മറുപടി എന്ന് പറയുന്നത്. ഏതായാലും മാഷങ്ങൾ പറഞ്ഞാണ് എന്താ അവിടെ സത്യത്തിൽ എന്ത് സംഭവിച്ചത്. ആ വെല്ലുവിളിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനോട് പ്രതികരിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു സുന്നി ഉസ്താദ് മാത്രമാണ്. അദ്ദേഹം അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി. അതിൽ ഞാൻ പറഞ്ഞു, അങ്ങനെ പഴയത് നിങ്ങൾ 10-25 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ട, അതെല്ലാം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്, പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്നും കൂടെ ഞാൻ പറഞ്ഞിരുന്നു. അതും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഈജിപ്തോളജി എന്ന ഒരു സാധനം കൊണ്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ ഈജിപ്തോളജി ഞാൻ മറുപടി പറയാനുള്ള കാരണം അതാണ്. കാരണം ഞാൻ ഉന്നയിച്ച വെല്ലുവിളിയെ അതിൻ്റെ അർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിനോട് പ്രതികരിച്ചത് ഈ ഉസ്താദ് മാത്രമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ആ ഉസ്താദിൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് മറുപടി പറയാൻ ശ്രമിച്ചത്. കേട്ടല്ലോ, മാഷെന്നെ പറഞ്ഞല്ലോ, ഒന്ന് കേട്ടില്ലേ? ആ സുന്നി ഉസ്താദ് ഏതാണെന്നറിയോ? ആ മറ്റേ മൂല്യാരെ ശിഷ്യന്മാരാണ്, മറ്റേ മൂല്യാരെ സംഘടനയിൽപ്പെട്ട ടീമാണ്. അതുകൊണ്ടാണ് ആരും പേര് പറയാത്തത്. എല്ലാവർക്കും നല്ല പേടിൻ്റെ ഉള്ളതുകൊണ്ടേ ആ ടീമിനെ പുറത്തേക്ക് പറയില്ലെന്നുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ പറയല്ല, ഒരിക്കൽ സംവാദത്തിന് പോയാൽ അങ്ങോട്ട് പേടും ഐറ്റങ്ങളായിട്ട് പോയാൽ. ഈ അക്ബറിനേറ്റ് നേരത്തെ ഒരച്ചായം ഒരു പാതിരി പറഞ്ഞു കേട്ടല്ലോ സംവാദത്തിന് പോയാൽ. കാരണം അവർക്ക് വിവരമില്ല എന്ന് അവർക്കറിയാം. ആ ആളുകൾ ഈ സഗീർ ബുഖാരിനോടും ഇവരോടൊക്കെ പാടെ കൂടിയിട്ട് ഒരു സംവാദത്തിന് പോയിട്ട് എന്താ കോലെന്ന് കേട്ടോ കാണി. ഞാൻ ഒരിക്കലും AP സുന്നികളുമായി ഒരു കാരണവശാലും ഒരു ഡിബേറ്റിനെ മെനക്കെടുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. ഇനിയും അപ്പൊ ചോദിച്ചേക്കാരണം മുജാഹിദുകാരുമായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും തയ്യാറാണ്. കാരണം അവരുടെ അജ്ഞത നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കറിയാവുന്ന അജ്ഞത ഞങ്ങൾക്കും അറിയാവുന്നതാണ്. എന്നാൽ ചൂഷണം എന്നുള്ളതല്ല, അതിനകത്ത് യാഥാർത്ഥ്യമാണ്. സത്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സത്യത്തെ നമ്മൾ പങ്കുവെക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും പ്രത്യേകമായി നന്ദി ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും പറഞ്ഞു, AP സുന്നി വിഭാഗത്തോടെ ഒരു ഡിബേറ്റും ഞാനില്ല. നിശ്ചയത്തുകാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഡിബേറ്റ് ഉണ്ടാകും. കാരണം ഒരുപാട് കാലം വെല്ലുവിളിച്ചുകൊണ്ട് നടന്നിട്ടുള്ളതാണ്. കേട്ടോ, AP-ക്കാരത്തിൻ്റെ ഒരു സംവാദത്തിനില്ല. എങ്ങനെയുണ്ട്? അതാണ് ഇവരാരും ആ മൂല്യരെ പേര് പറയാത്തത്. അപ്പോൾ അതിനൊക്കെ ഇവിടെ ഒരു സംവിധാനം സെറ്റപ്പിൽ ഒരു ടീം വളർന്നു വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു ഭാഗത്ത് കുറ്റം പറഞ്ഞൊക്കെ നടക്കുന്നുണ്ടാവും, പക്ഷെ അവരെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തലമുറ ഇതിനൊക്കെ സജ്ജരാണ്. അതിനോട് വാർത്തെടുക്കാൻ ഒരു ഉസ്താദുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ ഉസ്താദിന്റെ ബാക്കിലാണ് നിരക്കാം. എന്തിനാ നമ്മൾ ഈ അഹംഭാവവും കിബറും കുശുമ്പൊക്കെ വെടിയാ? അദ്ദേഹത്തിന് നമ്മളെ നല്ല നിരക്ക് ആരോടും സംവദിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുണ്ടേ. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംശയങ്ങളും യുക്തിവാദികളുമായി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഉസ്താദുമാരുടെ യൂട്യൂബ് ചാനലിൽ പോവുക, പഠിക്കുക, വിവരം കരസ്ഥമാക്കുക പോലെ അള്ളാഹു നമുക്കൊക്കെ നല്ലത് ചിന്തിച്ച് നല്ലതിന് പിൻപറ്റി നല്ലവർക്ക് സപ്പോർട്ട് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയുള്ള തൗഫീഖ് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.